കാംവാല എത്രമാത്രം നമ്മുടെ എല്ലാവരെയും സഹായിക്കുന്നുള്ളതിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. കാംവാല എത്ര സ്പീഡാണെന്നുള്ളത്. അതായത് നമ്മൾ അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ്, നമ്മളൊരു നോർമൽ ബിസിനസ് അവറായിട്ടുള്ളൊരു 9 to 5 ആയിരിക്കും മിക്കവാറും അയാൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ആ സമയത്ത് എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫോണിൽ ഡയറക്റ്റ് ബന്ധപ്പെടാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം പയ്യന്നൂരുള്ളൊരു ഹോട്ടൽ, ശ്രീവിലാസം എന്ന് പറഞ്ഞൊരു ഹോട്ടൽ പയ്യന്നൂർ, അവിടെ നിന്നൊരു സ്റ്റാഫ് ഇറങ്ങി. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, എന്നാലൊന്നും കൂടി ഇത് എങ്ങനെ നമുക്ക് സ്പീഡായിട്ട് ഈ സർവീസ് യൂസ് ചെയ്യാൻ പറ്റും, ഇത് എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടുന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. രണ്ടും, അതായത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഓണർക്കും അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ എടുക്കാൻ നിൽക്കുന്ന ഓണർക്കും രണ്ടുപേർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് ഉപകാരപ്പെടുന്ന ഒരു രീതിയിലുള്ളൊരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പം ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്ന ആൾക്ക് ജസ്റ്റ് ഒരു കോൾ വിളിക്കുക, അഡ്മിനോട് പറയുക ഇന്ന് എംപ്ലോയി ഐ ഡി പോവാണ്, അയാൾ എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നില്ല, അയാൾക്ക് ബ്ലാക്ക് മാർക്കൊന്നുമില്ല, അയാളുടെ സംഗതികളൊക്കെ ഓക്കെയാണ്, ഞങ്ങൾ പരസ്പരം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം ഞങ്ങളൊരു ധാരണയിൽ ഞങ്ങൾ അയാളെ പോകാൻ വിടുകയാണ്, അയാൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നോട്ടെ, പിന്നെ അയാളുടെ എക്സ്പീരിയൻസ് ഇന്നതാണ്, ഇത്ര കാലയളവിലാണ് അയാളുടെ ഹോട്ടലിൽ വർക്ക് ചെയ്തതെന്ന് പറയുന്നതോട് കൂടിയിട്ട് അതേ കോളിൽ തന്നെ അഡ്മിൻ അത് എൻ്റർ ചെയ്യുന്നതായിരിക്കും. അടുത്ത നിമിഷം ഒരു 3, 4, 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് എൻ്റർ ചെയ്യുന്ന അതേ സമയം തന്നെ അത് വെബ്സൈറ്റിൽ ആഡ് ആവുന്നതായിരിക്കും. അടുത്ത ഒരു 5, 10 മിനിറ്റ് കൊണ്ട് തന്നെ അടുത്തൊരാൾക്ക് പിന്നെ ഒരു ആവശ്യം, ഇതേ മാച്ചിങ് ആയിട്ടുള്ള ഒരു ആവശ്യം വരുന്ന സമയത്ത് അയാൾക്ക് ഈ അഡ്മിനെ വിളിക്കുന്ന സമയത്ത് അത് ആ ഒരു 5, 10 മിനിറ്റിൽ തന്നെ അയാൾക്ക് അടുത്ത ആളെ കിട്ടുകയാണ്. ഇനിയിപ്പോൾ അഥവാ അതല്ല, ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരാണ് നമുക്ക് ഈ ഡാറ്റാസ് കൂടുന്തോറും നമുക്ക് വരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒരാളെ വിളിച്ചിട്ട് നമുക്ക് ഈ കാര്യം വർക്കായില്ലെങ്കിൽ ഉടനെ അഡ്മിനെ ഒന്നും കൂടെ വിളിക്കാം, അടുത്ത ആളെ വിളിക്കാം, അടുത്ത സ്റ്റാഫിൻ്റെ നമ്പർ കളക്ട് ചെയ്യാം, അവരെ വിളിക്കാം, അവരായിട്ട് സംസാരിക്കാം, അവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. കാരണം ഇവരെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് എന്താ പറയുക, ഷോക്കേസാണ്. നമുക്കൊരു ഡാറ്റാ ബാങ്കിൽ ഒരു എംപ്ലോയി ബാങ്കിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പാകത്തിലാണ് ഇവരെല്ലാവരും അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി രണ്ടാമതാളെ വിളിച്ച് നമുക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ 3ാമതാളെ വിളിക്കാം, 4ാമതൊരാളെ വിളിക്കാം. അങ്ങനെ നമ്മളെ സൗകര്യത്തിന് എത്രയും പെട്ടെന്ന് അതായത് എത്രയും പെട്ടെന്ന് ഡാറ്റാബേസ് കിട്ടുന്ന ഒരു പരുവത്തിലാണ് കാംവാല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നതോട് കൂടിയിട്ട് എന്താണ്, നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 4, 5, 6, 7 പേരെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്തിട്ട് നമ്മളെ ടേംസിനനുസരിച്ചിട്ടുള്ള നമുക്ക് അഫോർഡ് ആവുന്ന രീതിയിലുള്ള സാലറി ഉള്ള ആൾക്കാരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതുതന്നെയാണ് നമ്മൾ കാംവാലയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്.